ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ 6 നമ്പർ കേക്കാണ് ഇവിടെ കാണിക്കുന്നത്. ഒരൊറ്റ കേക്ക് ഉണ്ടാക്കിയാൽ മതി. നമുക്ക് 6 നമ്പറായിട്ടും അതുപോലെ 9 ആയിട്ടും കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഒരു കുട്ടിയുടെ 9ാമത്തെ ബർത്ത്ഡേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കേക്ക് തന്നെ മതി. അതുപോലെ 6ാമത്തെ ബർത്ത്ഡേ ആണെങ്കിൽ അതിന് ഒരു കേക്ക് മതി. അത് തല തിരിച്ചാൽ 9ഉം നമ്മൾ നേരെ വെക്കാമെന്നുണ്ടെങ്കിൽ 6ഉം ആയിരിക്കും. അപ്പോൾ ഇത് ഒരൊറ്റ കേക്കിൽ ഒരു പിടിക്ക് 2 പക്ഷി എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ ഒരു കേക്കിൽ നിന്ന് നമുക്ക് 2 ഐറ്റം കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ രണ്ടിനും ഒരേ മെത്തേഡ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. കുറേ പണിയൊന്നുമില്ല നമ്പർ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതിന് മുന്നേ ഞാൻ 2 നമ്പർ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് സംഭവം റെഡിയാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 2 റൗണ്ടിലുള്ള കേക്കാണ്. അപ്പോൾ 1 kg ബാറ്റർ ഒഴിച്ചിട്ട് 8 ഇഞ്ചിൻ്റെ മോൾഡിൽ 1 kg ബാറ്റർ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള 2 കേക്കാണ് കേട്ടോ. 2 ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഇതിനുള്ള ബേസ് എന്ന് പറയുന്നത് നല്ല നീളമുള്ള ബേസ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഞങ്ങൾക്കിവിടെ നീളമുള്ള ബേസ് വാങ്ങിക്കാൻ കിട്ടാത്തതുകൊണ്ട് വേറെ 2 വാങ്ങിച്ചിട്ട് ഒന്നിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് ദിമ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇതിനായിട്ട് സെപ്പറേറ്റ് നമ്പർ കേക്കിനായിട്ട് ബേസ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് നമുക്കൊന്ന് ആദ്യം 3 ലെയേഴ്സായിട്ട് 2 കേക്കും കട്ട് ചെയ്തെടുക്കാം. ടോട്ടലി 6 ലെയേഴ്സായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ആദ്യം തന്നെ. അതിനുശേഷം ഒരു ഇതുപോലത്തെ കട്ടർ ഉണ്ടെങ്കിൽ കട്ടർ എടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ട് ഇതുപോലെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കറക്റ്റായിട്ട് ഓരോ ലെയേഴ്സുമായിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു കേക്കിൻ്റെ ഇത് കഴിഞ്ഞു. അടുത്ത കേക്കും സെയിം പ്രോസസ്സ് തന്നെ ചെയ്യുക. സെയിം മെത്തേഡ് തന്നെ സെൻറ്റർ ഭാഗം ഇതുപോലെ കട്ടർ വെച്ചിട്ടോ അല്ലെങ്കിൽ ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ടോ ഒന്ന് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ആ രണ്ടും അങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു കേക്കിൻ്റെ പകുതിയല്ല, ഒരു പോർഷൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. പകുതി കട്ട് ചെയ്യരുത്, ഇതുപോലെ ഇത്രയും മതി. ഒരു മുക്കാൽ പോർഷൻ ഈ ഭാഗത്തേക്കും പോർഷൻ ഈ ഭാഗത്തേക്കും ആക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ചെയ്തെടുക്കുക കേട്ടോ. അതിൽ കൂടി പോരുത്. ഈ ഒരു മെത്തേഡിൽ ഇത്രയും മതി. അപ്പം അത്രയും ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതുപോലെ വെച്ച് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ 3 ലെയർ ഉണ്ടല്ലോ റൗണ്ടിലുള്ള, അത് ആദ്യം ഒന്ന് വെച്ച് നോക്കുക. അപ്പോൾ അതിന് നമ്മളിങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് അതിന് കറക്റ്റ് ആക്കിയിട്ടൊന്ന് വെച്ച് നോക്കുക. അതിനനുസരിച്ച് കട്ട് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ കറക്റ്റായിട്ട് ലെവലാക്കി എടുക്കാൻ നോക്കുക. അപ്പോൾ ഈ ഭാഗം ഞാൻ ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. ആ ഒരു ഭാഗം ഒരു ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ട് തന്നെ മറ്റേ ഭാഗം ആ ഒരു റൗണ്ടിൽ വരാൻ വേണ്ടിയിട്ട് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഹൈറ്റ് ഇല്ലാന്ന് തോന്നിയപ്പോൾ ഒരു പീസ് കൂടെ അതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം കട്ട് ചെയ്തതിൻ്റെ ബാക്കിയായിട്ട് ഈ ഒരു പീസും കൂടെ അതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതെല്ലാം 3 ലെയേഴ്സാണ് കേട്ടോ. 3 ലെയേഴ്സായിട്ട് തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. എക്സ്ട്രാ എക്സസ്സായി വരുന്ന ഭാഗമൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിങ്ങനെ വെച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ എന്തൊക്കെയാണ് എക്സസ് ആയെന്നത് ഒക്കെ. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇങ്ങനെ ലെവലാക്കിയതിന് ശേഷം വേണം നമുക്ക് ഐസിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാ ഭാഗവും കറക്റ്റ് ആക്കിയിട്ടൊന്ന് വെച്ച് നോക്കുക. പിന്നെ ഇതിപ്പോൾ 6 ആയിട്ടാണ് നിങ്ങൾക്ക് കാണുന്നത്. തല തിരിച്ചിട്ട് നമ്മൾ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ 9. അപ്പോൾ എങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. 9 ആയാലും 6 ആയാലും ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഈ രീതിയിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഓരോ ലെയേഴ്സായിട്ട് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്യുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇത് വെച്ചിട്ട് ഐസിങ് ചെയ്തെടുക്കാം. ഞാൻ അപ്പോൾ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാനിപ്പോൾ ഒരു ചെറിയ പാലറ്റ് നൈഫ് ഉപയോഗിച്ചിട്ടാണ് ഇത് ലെവലാക്കി കൊടുക്കുന്നത്. വലുതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചെറുതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ ലെവലാക്കി എടുക്കുക. നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന പോലെ അത്ര പെർഫെക്റ്റ് ആയിട്ട് ഐസിങ് ചെയ്യാൻ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്താ കാര്യം വെച്ചാൽ ഇതിങ്ങനെ വളഞ്ഞിട്ടും ഒക്കെ അല്ലേ ഇരിക്കുന്നത്. അപ്പോൾ സൈഡ് പോർഷനും ഒക്കെ ഒന്ന് ലെവലാക്കി എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ലെയർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ ഞാൻ ചോക്ലേറ്റ് ഗനാഷ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷും കൂടെ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്.
അതിനുശേഷം നമുക്ക് സെക്കൻഡ് ലെയർ ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതേപോലെ അതിൻ്റെ കറക്റ്റായിട്ട് അതേ ലെവലിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്യുക, ക്രീം അപ്ലൈ ചെയ്യുക, പിന്നെ ചോക്ലേറ്റ് ഗനാഷ് ചെയ്യുക. അങ്ങനെ 2 ലെയറും ചെയ്തിട്ട് 3ാമത്തെ ലെയറും വെച്ചിട്ട് നമുക്ക് ആദ്യം നിന്ന് ക്രീം കോട്ടിങ് ചെയ്തെടുക്കാം കേട്ടോ. രണ്ടാമത്തെ ലെയറും വെച്ച് കൊടുത്ത ശേഷം നമുക്ക് 3ാമത്തെ ലെയർ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രം കോട്ടിങ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ക്രം കോട്ടിങ് ചെയ്തിട്ടിട്ടുണ്ട്. എന്നിട്ട് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആയതിനു ശേഷം ഫൈനൽ ഫ്രോസ്റ്റിങ്ങും ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഫൈനൽ ഫ്രോസ്റ്റിങ്ങും ചെയ്തത് അതിന് ഡീറ്റെയിൽഡ് കാണിക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ മുന്നേ ചെയ്തതാണ്, അതുകൊണ്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാത്തത്. അതിന് മേലെയായിട്ട് ചോക്ലേറ്റ് ഗനാഷ, റെഡ് ചോക്ലേറ്റ് ഗനാഷ കൂടെ ഒഴിച്ചിട്ടുണ്ട്. 1 കപ്പ് വൈറ്റ് ചോക്ലേറ്റിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്തിട്ടാട്ടോ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ഡ്രോപ്പ് റെഡ് കളർ കൂടെ ചേർത്ത് കൊടുത്തതാണ്. അങ്ങനെയാണ് അത് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് തണുത്ത ശേഷം ഒഴിച്ച് കൊടുത്തതാണ്. പിന്നെ സൈഡിലൊക്കെ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഇതുപോലെ കുഞ്ഞു ഫ്ലവേഴ്സും വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷുഗർ ഇതുപോലെ സ്പ്രിങ്കിൾസിൽ വെച്ച് കൊടുക്കുന്നത്, സ്റ്റാറിൻ്റെ ഷുഗർ സ്പ്രിങ്കിൾസും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു കുഞ്ഞു ഡെക്കറേഷനാണ് കേട്ടോ അതിന് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ സ്റ്റാർസ് കുറച്ച് വെച്ച് കൊടുത്തു, അത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഡെക്കറേഷനാണ്. അപ്പോൾ നമ്പർ കേക്ക്സ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ 6ഉം 9ഉം ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്